നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഓൺലൈൻ ഫുഡ് ഡെലിവറി സേവനങ്ങൾക്ക് ഇനി മുതൽ ചിലവ് കൂടുകയാണ്. വിപണിയിലെ വമ്പന്മാരായ സ്വിഗ്ഗിയും സൊമാറ്റോയും തങ്ങളുടെ പ്ലാറ്റ്ഫോം ഫീസ് വർദ്ധിപ്പിച്ചതാണ് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. സൊമാറ്റോ തങ്ങളുടെ പ്ലാറ്റ്ഫോം ഫീസ് 14.90 രൂപയായി ഉയർത്തിയതിന് പിന്നാലെ സ്വിഗ്ഗിയും സമാനമായ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരു ഓർഡറിന് സ്വിഗ്ഗി ഈടാക്കുന്നത് ഏകദേശം 17.58 രൂപയാണ്. ഇത് ഉപഭോക്താക്കൾക്ക് ഓരോ തവണ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴും അധികമായി നൽകേണ്ടി വരുന്ന തുകയാണ്. തുടക്കത്തിൽ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകി ജനങ്ങളെ ആകർഷിച്ചിരുന്ന ഈ കമ്പനികൾ ഇപ്പോൾ ലാഭമുണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് വിപണി നിരീക്ഷകർ വിലയിരുത്തുന്നത്. സൗകര്യങ്ങൾക്കായി ഓൺലൈൻ സേവനങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന ജനങ്ങളുടെ ശീലം മുതലെടുത്താണ് ഇത്തരം നിരക്ക് വർധനവുകൾ നടപ്പിലാക്കുന്നത്. ഒറ്റനോട്ടത്തിൽ 2 രൂപയുടെയോ 3 രൂപയുടെയോ ചെറിയ വർധനമാണെന്ന് തോന്നാമെങ്കിലും പ്രതിദിനം ദശലക്ഷക്കണക്കിന് ഓർഡറുകൾ കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനികൾക്ക് ഇത് കോടികളുടെ അധിക ലാഭമാണ്. പ്ലാറ്റ്ഫോം ഫീസിന് പുറമെ GSTയും ഡെലിവറി ചാർജും കൂടി വരുമ്പോൾ ഭക്ഷണത്തിന്റെ യഥാർത്ഥ വിലയേക്കാൾ വലിയൊരു തുക അധികമായി നൽകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. വില വർധനവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഭക്ഷണ വിതരണ രംഗത്തെ ഈ കുത്തക കമ്പനികളെ ഉപേക്ഷിക്കാൻ ഭൂരിഭാഗം ആളുകളും തയ്യാറല്ല എന്നതാണ് സത്യം. തിരക്കേറിയ ജീവിതശൈലിയും വീട്ടിലിരുന്ന് ഭക്ഷണം ലഭിക്കാനുള്ള എളുപ്പവുമാണ് ഇതിന് പ്രധാന കാരണം. ഉപഭോക്താക്കൾക്ക് ഈ സേവനങ്ങളോട് ആസക്തിയാണ് കമ്പനികൾക്ക് ഇത്തരത്തിൽ നിരക്ക് കൂട്ടാനുള്ള ആത്മവിശ്വാസം നൽകുന്നതും. വരും ദിവസങ്ങളിൽ ഈ പ്ലാറ്റ്ഫോം ഫീസുകൾ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് മധ്യവർഗ കുടുംബങ്ങളുടെ ബജറ്റിനെ ദോഷകരമായി ബാധിക്കുമെന്നും ആശങ്കയുണ്ട്.